ഹൈ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 3 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡിങ്കൻ എന്താണ് സിറ്റ് ഡൗൺ വെയിറ്റ് അത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് എന്താണ് ഈ ഇപ്പോൾ ചെയ്യുന്നതല്ലാതെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അങ്ങനത്തെ ഉള്ള വർക്കൊന്നും ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ അന്ന് എന്താണ് കാണിച്ചിട്ടുള്ള ആ സംഭവം തന്നെയാണ് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പോകുന്നില്ല. റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ്, അല്ലാതെ ഞാൻ അവനെ ഇവിടെ മാറ്റി നിർത്തിയിട്ട് വേറെ വീഡിയോ അല്ല വേറെ ട്രെയിനിങ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്കത് എത്രത്തോളം അവന് എന്താണ് പോസിബിൾ ആയിട്ടുള്ള നമുക്ക് നോക്കാം. ഡിങ്കൻ സിറ്റ് ഡൗൺ വെയിറ്റ് യെസ്. കണ്ടല്ലോ, അന്ന് ആ 2 വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഓരോ വീഡിയോയ്ക്കും ഞാൻ ആ ഫസ്റ്റ് കമാൻഡ്സ് തൊട്ട് തന്നെയാണ് തുടങ്ങുന്നത്. അവനിപ്പോൾ സിറ്റ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ സിറ്റ് ചെയ്യിച്ചു, ആ സിറ്റ് തൊട്ട് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ആ സിറ്റ് ഡൗൺ അത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 3rd വീഡിയോയിലും സിറ്റ് ഡൗൺ വെയിറ്റ് അല്ലെങ്കിൽ സ്റ്റേ അത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അന്ന് സ്റ്റേ വെച്ചാണെന്ന് ഒന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് പറയാൻ കമാൻഡ്സ് എനിക്ക് പറയാൻ എളുപ്പം വെയിറ്റ് ആണ്. അപ്പോൾ എന്താണ് അതിപ്പം കണ്ടല്ലോ, സിറ്റ് ഡൗൺ ഞാൻ വെയിറ്റ് എന്നാണ് അവനെ വേണ്ടി പഠിപ്പിക്കുന്നത്. ഡിങ്കൻ സിറ്റ് ഡൗൺ വെയിറ്റ്. ഓക്കേ, ഗുഡ് ബോയ്. ഇപ്പൊ കണ്ടല്ലോ, ഞാൻ അന്ന് ആ 2 വീഡിയോക്ക് വേണ്ടി 2-3 വീഡിയോക്ക് വേണ്ടി മാത്രമേ അവനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്ന പറഞ്ഞാൽ എന്താണ് ഫുഡ് വെയിറ്റ്. നമുക്ക് അതിലോട്ട് പോവാം. അപ്പൊ ഡിങ്കന്റെ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. മിക്കുള്ള ആൾക്കാരെന്ന് പറഞ്ഞാല് ഡോഗിന് ഫുഡ് കൊണ്ട് വരുമ്പോ തന്നെ ഒരു പുതിയൊരു ഓണേഴ്സ് അല്ലെങ്കിൽ ഒരു ഡോഗ് ലവേഴ്സ് ഒക്കെ ആണെങ്കിൽ സഡൻലി ഒരു പപ്പിയെ വളർത്തി അത് കുറച്ചൊന്ന് സെമിഡൽറ്റ് ആയി കഴിഞ്ഞാൽ ഫുഡ് കൊണ്ടുവരുമ്പോൾ തന്നെ അവർ ചാടി വീഴാൻ നോക്കുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് എങ്ങനെയെങ്കിലും വെച്ചു കൊടുത്തിട്ട് എസ്കേപ്പ് ആയാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണും. പക്ഷെ അങ്ങനെയല്ല, ഒരു ഡോഗ് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുമ്പോൾ ഇത്ര ഹൈപ്പറാണ്. ഇപ്പം അവൻ്റെ ഫുഡ് വെയിറ്റ് അവൻ്റെ പാത്രം കണ്ടു കഴിഞ്ഞാൽ അവന് പ്രാന്താണ്. കാരണം അവനെ നമുക്ക് ഫുഡ് വെയിറ്റ് പഠിപ്പിച്ചാലോ. ഡിങ്കൻ വെയിറ്റ് നോ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് നോ എന്നുള്ള കമാൻഡ്സ് കൂടെ ആഡ് ചെയ്യാം. എന്താ നോ നോ. ഞാനിപ്പോ അവനെ ഈ നോ എന്നുള്ള കമാൻഡ്സും ഫുഡ് വെയിറ്റ് പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്റെ ലീഷ് അത് ഞാനിങ്ങനെ കുറച്ച് സ്ട്രോങ് ആക്കി വെക്കും. നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള മെത്തേഡ് അല്ലേ. കാരണം അവൻ നമ്മൾ പറയാതെ എടുത്തു കഴിഞ്ഞാൽ അവനത് കിട്ടരുത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. നോ. ഇപ്പൊ തന്നെ അവൻ ഡൗൺ ചെയ്താൽ കിട്ടുമെന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് അവൻ നിൽക്കുന്നത്. നമുക്ക് നോക്കാം. വെയിറ്റ് നോ നോ വെയിറ്റ് 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 നോ വെയിറ്റ് നോ wait now wait yes ഇതിന്റെ കൂടെ നോയും യെസും അല്ല നമ്മൾ ആഡ് ചെയ്യില്ലേ, അല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ ടേക്ക്. അങ്ങനെ നമുക്ക് എന്ത് കമന്റ്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. എന്ത് ഒരു സിഗ്നൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ആദ്യം വളരെ കുറച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഞാൻ കുറച്ചു നേരം പറഞ്ഞപ്പോ തന്നെ ഒരു 2 മിനിറ്റ് ആണെന്ന് തോന്നുന്നല്ലേ. 2 മിനിറ്റ് പറഞ്ഞപ്പോ തന്നെ അവനത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം വെയിറ്റ് പഠിപ്പിച്ചാൽ നമുക്ക് 2 അളത്തിൽ യൂസ് ആവും. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പോ സിറ്റ് ഡൗൺ വെയിറ്റ്. ഇപ്പൊ ഇതിനു വേണ്ടി നമ്മൾ വെയിറ്റ് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഫുഡ് വെച്ചിട്ട് എടുത്താലും വെയിറ്റ് പറയാം, അല്ലെങ്കിൽ സ്റ്റേ അല്ലെങ്കിൽ സ്റ്റേ അല്ലെങ്കിൽ നോ എന്നുള്ള വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നോ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവ എടുക്കാൻ വരുമ്പോ പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമ്മളത് വിലക്കാൻ പറയുന്ന എടുക്കാൻ അങ്ങനെ വരുമ്പോഴായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഡിങ്കൻ ഇപ്പൊ നമ്മള് ചിക്കന്റെ പാർട്സ് ലിവറും മറ്റേ കൂമ്പും കരളം എന്നൊക്കെ പറയും, ആ സാധനമാണ് ഇപ്പൊ ട്രീറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഡിങ്കൻ സിറ്റ് വെയിറ്റ്. ഇപ്പൊ നോ നോ വെയിറ്റ്. ഇപ്പൊ ഡിങ്കൻ നോ ഡിങ്കൻ വെയിറ്റ്. ഇപ്പൊ ഇത്ര അടുത്ത് വന്നിട്ടുണ്ട്. യെസ്
അങ്ങനെ ഇച്ചിരി സമയം കൂട്ടണം അല്ലേ? കുറച്ച് ഒരു ഫസ്റ്റ് ഒക്കെ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടൈം കൂട്ടി കൊടുത്തോണ്ടിരിക്കണം. ഇനിയിപ്പോ നമ്മൾ ടൈം കൂട്ടി കൊടുക്കും. നമ്മൾ ഫുഡ് വെയിറ്റ് നമ്മൾ ടൈം കൂട്ടി കൊടുക്കും. ഡിങ് ഡിങ് സിറ്റ് ഡൗൺ ഡൗൺ നൗ ഡൗൺ വെയിറ്റ് നൗ. അപ്പൊ നമ്മൾ കണ്ടല്ലോ ഒരു സിഗ്നലൂടെ അതിന് കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് വല്ലതും പാത്രം ജസ്റ്റ് യെസ് പറഞ്ഞാൽ അല്ലെങ്കിൽ ടേക്ക് പറയുമ്പോഴത്തേക്ക് പാത്രം ജസ്റ്റ് ഒന്ന് അനങ്ങി കൊടുത്താൽ അവന് ഒരു കമാൻഡ്സ് കൂടെ ആവും. കാരണം പിന്നെ അങ്ങനെ ആക്കി കഴിഞ്ഞാലേ അത് എടുക്കാൻ വരത്തുള്ളൂ ഡോഗ്. ഇപ്പൊ ഡോഗ് കയറി എടുക്കുവാണെങ്കിൽ എന്തോ ചെയ്യാ? അപ്പൊ ഫുഡ് പെട്ടെന്ന് കമാൻഡ്സ് കൊടുക്കാം. അല്ല ഇപ്പൊ നമ്മൾ വെക്കണതിന്റെ ഇടയ്ക്ക് ഡോഗ് കയറി ഫുഡ് എടുത്തു, ഫുഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നോ എന്നുള്ള കമാൻഡ്സ് കൊടുത്ത് അവനെ മാറ്റി നിർത്താൻ പറ്റും. ബാക്ക് ചെയ്യാം അല്ലേ? അതിനാണ് നോയും കൂടെ നമ്മൾ ഈ കൂട്ടത്തിലും പഠിപ്പിക്കുന്നത്. ഡിങ് സിറ്റ് വെയിറ്റ് നൗ 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 നോ. നോ എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ അങ്ങ് മാറ്റി വെച്ചേക്കും, കൊടുക്കരുത്. പിന്നെ അത് ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അവർക്ക് ഒരു എന്താണ് ആ ഒരു കമാൻഡിനോട് ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാതായിപ്പോ. പിന്നെ എപ്പോ എടുത്താലും അങ്ങനെ എടുക്കാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിപ്പോ. ഡിങ് സ്റ്റേ നോ യെസ്. ഇപ്പം ഏകദേശം ഐഡിയ കിട്ടി കാണുമല്ലോ. അത് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യണം അല്ലേ? കണ്ടിന്യൂ ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഈ വീഡിയോക്ക് വേണ്ടിയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഡെയിലി നമുക്കിപ്പം ഫസ്റ്റ് തൊട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഇപ്പൊ എവിടെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോ കാണുന്ന ഫസ്റ്റ് തൊട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായി കാണും. ഡിങ് ഡിങ് ഡൗൺ വെയിറ്റ്. ഇപ്പൊ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നോ down 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 wait ചെയ്ത് നമ്മളിങ്ങനെ പുള്ളി നോക്കുക. അവന് വരാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മളത് പിന്നും കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. സിറ്റ് ഡൗൺ വെയിറ്റ് നോ ഡൗൺ വെയിറ്റ് യെസ്. വരാനുള്ള ടെൻഡൻസി ഇല്ലെന്നുണ്ടെങ്കിൽ റിവാർഡ് കൊടുക്കുക. വരാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോവുക. അപ്പൊ നമുക്ക് ഫുഡ് വെയിറ്റ് ഒന്നും കൂടെ നോക്കിയാലോ. ഓക്കെ, ഇപ്പൊ ഞാൻ കുറച്ച് ചിക്കനോ ഒരു പ്ലേറ്റും എടുത്തിട്ടുണ്ട്. കുറച്ച് ഡ്രൈ ഫുഡ് കൂടെ ഇട്ട് കൊടുത്തു. എന്താ നമുക്ക് ഡ്രൈ ഫുഡ് ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡിങ്കൻ ഇപ്പൊ നോർമലി ഒരാളെ ഫുഡ് കൊടുക്കാൻ പോകുന്നത് വെയിറ്റ് നോ വെയിറ്റ് യെസ്. ഇപ്പൊ തന്നെ ഏകദേശം ട്രെയിനിങ് പഠിക്കാൻ ഉള്ളവർക്ക് ഇത് മനസ്സിലായി കാണുമല്ലോ ഇതിന്റെ മെത്തേഡ്സ്. പിന്നെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. ഈ സെയിം റിപ്പീറ്റ് ചെയ്ത് പോവാന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഇന്നാളൊരു വീഡിയോയില് ഒരു കമന്റ് വന്നിരുന്നു, ഇത് എത്ര നേരം നമുക്ക് ചെയ്യാന്നൊക്കെ ചോദിച്ചു. ഡോഗ് ടയർഡ് ആണോ വരെ ഒരിക്കലും ചെയ്യരുത്. ഇൻട്രസ്റ്റ് പോകുന്നവരും ചെയ്യും. ഒരിക്കലും ചെയ്യരുത്. അവരെ ഇൻട്രസ്റ്റ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. അങ്ങനെ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് നമുക്ക് വർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു മണിക്കൂർ 2 മണിക്കൂർ അവർക്ക് നമുക്ക് ഗ്യാപ്പ് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ചെയ്യാം. പിന്നെ ഒരു മണിക്കൂർ 2 മണിക്കൂർ നമുക്ക് ഗ്യാപ്പ് കൊടുക്കാം. അത് ഓരോ ഡോഗ്സിന്റെ എന്താണ് സ്ട്രെങ്ത് പോലെ ആയിരിക്കും. കാരണം ആറ്റിറ്റ്യൂഡ്, സ്ട്രെങ്ത് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇപ്പം ചില ഡോഗ്സ് ഒക്കെ ഉണ്ട്, ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇപ്പം ചൂടുള്ള സമയമൊക്കെയാണ്, ആ സമയത്തൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അങ്ങ് അവർ ടയർഡ് ആവും. അപ്പൊ ആ ടയർഡ് ആവണവരെ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ അത്രേ ഉള്ളൂ തന്നെ. ഇങ്ങനെ നമുക്ക് ഫുഡ് വെയിറ്റ് ഒന്നും കൂടെ കറക്റ്റ് ചെയ്യാം. എന്താ ഡിങ്ങൻസ് ബട്ട് ഇങ്ങനെ പാത്രം എടുത്തോണ്ടാണ് അവിടെ ഡൗൺ ചെയ്തത്. കാരണം പറഞ്ഞ പാത്രത്തിൽ റിവാർഡ് ഉണ്ടെന്നുള്ള ആറ്റിറ്റ്യൂഡ് പുള്ളിക്കുണ്ട്. ഡിങ്ങൻ ഡിങ്ങൻ യെസ്
ഞാനിപ്പോ വന്നപ്പോഴത്തേക്ക് എസ് എന്നുള്ളൊരു മാർക്ക് ചെയ്തു. അത് എല്ലാ കമാൻഡ്സിലും ആ എസ് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആണ് അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ എസ് എന്നുള്ളൊരു മാർക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ റിവാർഡ് കൊടുക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമുക്ക് ചിക്കനും അല്ലെങ്കിൽ ഡ്രൈ ഫുഡ് മാത്രം കൊടുത്തോളൂ ഈ പ്രാവശ്യം. വെയിറ്റ്. അപ്പൊ അവൻ എന്നെ ഫോക്കസ് ചെയ്താൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. കാരണം നോ, അപ്പൊ ഞാൻ കറക്ഷൻ ഒന്നും കൊടുക്കാൻ നിന്നില്ല. നോ എന്നുള്ള കമന്റ്സിൽ തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഹുക്ക് ചെയ്ത് കൊടുത്തു. ആ സമയത്ത് അവന് മനസ്സിലായത് കടിക്കരുതാണ്. അത് തന്നെ ഓക്കെ. അപ്പം നെക്സ്റ്റ് നമ്മൾ എന്താണ് അടുത്തത് കൂട്ടി കയറാൻ പഠിപ്പിച്ചു കേട്ടോ. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ടില്ലേ? ഇപ്പം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ അവന് എന്താ ചിക്കനോട് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ കുറച്ചുകൂടെ കഴിക്കായിരിക്കും കേട്ടോ. അവന് ഇത് ഫുള്ള് കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് കുറച്ച് ചിക്കനോട് ഇട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് അത് പറഞ്ഞിട്ട് നിർത്താൻ. എന്താ? ഓക്കെ, ഞാൻ കുറച്ച് ചിക്കൻ കൂടെ ഇട്ടിട്ടുണ്ട്. ഡിങ്കൻ ഡിങ്കൻ കം കം സിറ്റ് വെയിറ്റ്. നോ നോ വെയിറ്റ്. നോ വെയിറ്റ്. നോ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഫുഡ് വെയിറ്റ് പഠിപ്പിക്കുന്നത്. അടുത്ത നമുക്ക് അവനെ ബോക്സ് അല്ലെങ്കിൽ ക്രൈറ്റ് അത് നമുക്ക് പഠിപ്പിക്കാം. എന്താ? ഓക്കെ, അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോ.